വിജയവാഡ സ്റ്റേഷനിലാണ്. ഹൈടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു യാത്ര ഉണ്ട്, ഒരാഴ്ചത്തെ യാത്ര. ഡൽഹിയിലോട്ടാണ് യാത്ര. അപ്പോൾ ഈ കിടക്കുന്ന ട്രെയിനിലാണ് പോകുന്നത്, കേരള എക്സ്പ്രസ് ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരാഴ്ചത്തെ ട്രിപ്പാണ്. നമ്മൾ ഡൽഹി, ആഗ്ര അങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് ട്രെയിനിനകത്ത് നിന്നുള്ള കാഴ്ച. തേർഡ് AC കൊച്ചാണ്. അത്യാവശ്യം AC നല്ല രീതിയിൽ AC ഒക്കെ അടിക്കുന്നുണ്ട്. തെലങ്കാനയൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട്, തരുമായിരിക്കും. അപ്പോൾ എന്തായാലും 2 ദിവസം നീണ്ട് നിൽക്കുന്ന ട്രെയിൻ യാത്രയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ട്രെയിനിനകത്ത് നിന്നുള്ള കാഴ്ചയാണ്. അങ്ങനെ നമ്മളിപ്പോൾ നടന്ന് ട്രെയിൻ മൊത്തം കറങ്ങി ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2ാമത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം നമ്മൾ ട്രെയിൻ എടുത്തപ്പോൾ 2ാമത്തെ ദിവസമാണ്. സമയം ഇപ്പോൾ ഒരു 9 മണിയായിട്ടുണ്ട്. നമ്മൾ തേർഡ് AC നേരെ സെക്കൻഡ് AC, ഫസ്റ്റ് ACയിലൊക്കെ നമ്മളിങ്ങനെ കയറി ഇറങ്ങി നമ്മൾ കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ട്രെയിനിനകത്തൂടെ നടന്ന് ഓരോ ബോഗിയായിട്ട് നമ്മൾ കയറി പോവുകയാണ്. AC ആയതുകൊണ്ട് നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. നല്ല സ്ലീപ്പറൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാനൊന്നും പറ്റില്ല. ഇതേപോലെ അങ്ങനെ നമ്മളിപ്പോൾ സെക്കൻഡ് ACയിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അതില്ലേ കാഴ്ച, അത്യാവശ്യം പ്രൈവസിയിലൊക്കെ നിങ്ങൾക്ക് ഇരിക്കാം. കാണുന്നത് വെളിയിൽ നിന്നുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ധ്ര കഴിഞ്ഞ് നമ്മളിപ്പോൾ തെലങ്കാന കയറാറായിരിക്കുകയാണ്. എന്തായാലും നാളെ മാത്രമേ നമ്മൾ ആഗ്രയിലെത്തുള്ളൂ. കണ്ടില്ലേ, നമ്മളവിടത്തെ പോലെ തന്നെ കൈസ് എല്ലാം വട്ടി വരട്ട് കിടക്കുകയാണ്. നമ്മളാ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആഗ്ര, ഡൽഹി, പഞ്ചാബ് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നലെ വീഡിയോ ഒന്നും കറക്റ്റായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. നേരെ കയറി കിടന്നുറങ്ങി. രാത്രി ഫുഡൊക്കെ കഴിച്ച് ഇപ്പോഴാണ് എണീറ്റത്. അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു 10 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ആന്ധ്ര കഴിഞ്ഞ് തെലങ്കാനയിലോട്ട് കയറുന്ന ഇതാണ്. നമ്മൾ നാളെ മാത്രമേ നമ്മൾ എത്തുള്ളൂ. നാളെ രാവിലെ ഒരു 10 മണി അടുപ്പിച്ചാവും നമ്മൾ ആഗ്ര എത്തുമ്പോൾ. അവിടെ പോയിട്ട് നമ്മളെ പരിപാടി എന്ന് പറയുന്നത് നേരെ റൂം എടുത്ത് സ്റ്റേ അടിക്കണം. അത് കഴിഞ്ഞിട്ട് താജ്മഹൽ, ആഗ്ര ഫോർട്ട് എല്ലാം കാണണം. അതാണ് നമ്മളെ പരിപാടി. എൻ്റെ കൂടെ ഉള്ളതിനാണ് ബാഗൊക്കെ തൂക്കി ഇങ്ങനെ എൻ്റെ ഒരാളിവിടെ ഉണ്ട്. ഒരാൾ സുഖം ഉറക്കമാണ്. ട്രെയിനിൽ കയറിയ സമയം മുതൽ സുഖം ഉറക്കമാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. എന്തായാലും 48 മണിക്കൂറത്തെ യാത്രയാണ്. 48 മണിക്കൂറത്തെ യാത്രയാണ്. കാര്യം കൊള്ളാം. തേർഡ് AC അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് കംഫർട്ടായിട്ടിരുന്ന് പോകാൻ വേണ്ടി സാധിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഡെയിലി ഉള്ള വീഡിയോ കാണും. നമ്മൾ താജ്മഹലിലെ കാഴ്ചകൾ, അതേപോലെ തന്നെ ഡൽഹിയിൽ ഉള്ള സ്ഥലങ്ങളെല്ലാം മാക്സിമം പോയി കവർ ചെയ്യാനാണ് പരിപാടി. അതേപോലെ പഞ്ചാബ് പോകുന്നുണ്ട്. പഞ്ചാബിൽ നമ്മൾക്ക് കാണേണ്ട കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ ഞാൻ 2 വർഷം മുമ്പ് പഞ്ചാബ് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് പോകുന്നത്. അപ്പോൾ പഞ്ചാബ് പോകണം. അവിടെ വാഗ ബോർഡർ, അതേപോലെ തന്നെ ഗോൾഡൻ ടെമ്പിൾ, അതെല്ലാം ഒന്ന് പോയി കാണണം. അപ്പോൾ അങ്ങനെയാണ്. നിങ്ങളെല്ലാം കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കാണുന്ന പാലം എന്ന് പറയുന്നത് നമ്മുടെ വിജയവാഡ പാലമാണ്, ബ്രിഡ്ജാണ്. വെള്ളമൊന്നുമില്ല കഴിക്കുന്നില്ല, ഫുള്ള് വറ്റി വരണ്ട് കിടക്കുകയാണ്. നമ്മൾ വിജയവാഡ സ്റ്റേഷനിലാണ്. ഇവിടെ എന്തായാലും ഒരു 10 മിനിറ്റ് ട്രെയിൻ പിടിച്ചിടും. 10 മിനിറ്റ് കഴിഞ്ഞ് ട്രെയിൻ എടുക്കുള്ളൂ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നാണ്. കണ്ടില്ലേ, ബിരിയാണി അങ്ങനെ ഉണ്ട്. ഇവിടെ 2 പേരുണ്ട്. ഫുഡ് കഴിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ അങ്ങനെ ഉച്ചയായില്ല, 11 മണിയായിട്ടേ ഉള്ളൂ. എങ്കിലും നമ്മൾ ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ട്രെയിനിൽ. അങ്ങനെ നമ്മളിപ്പോൾ ബിരിയാണി കഴിക്കുന്നത്. അത്യാവശ്യം കൊള്ളാമെന്നുള്ള ബിരിയാണിയാണ്. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ഒരു വലിയ പീസൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, കഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ആ സമയം എടുക്കും. അതുപോലെ വിജയവാഡ സ്റ്റേഷനിലാണ്. ബിരിയാണി അങ്ങനെ നമ്മളിപ്പോൾ ഏതോ ഒരു സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങി നമ്മൾ നടക്കുകയാണ്.
എൻ്റെ പിന്നിലായിട്ട് കാണണമെന്ന് പറയുന്നത് നമ്മുടെ കൽക്കരി കൊണ്ടുപോകുന്ന ട്രെയിനാണ്. കണ്ടില്ലേ, ഇവിടെ നിന്ന് അറ്റം വരെ നീളത്തിന് കിടപ്പുണ്ട്. ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ. വെളിയിൽ നല്ല ചൂടാണ് കേട്ടോ. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ചൂട്. ഇത്ര നേരം ആസിഡിരുന്നത് നമുക്കറിയാൻ പറ്റാത്തതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചു. വൈകുന്നേര സമയമാണ്. അപ്പോൾ നമ്മളെ യാത്ര ഇവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് ഇവിടെ. ഒരു എന്താണ് പറയണത്, മുളക് ബജിയൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് കാണാം. പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയില്ല ഗായ്സ്, ഇത്രയൊക്കെ തന്നെ നമ്മുടെ ഇതിനകത്ത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് തരിക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കിടില വീഡിയോ നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത്രയൊക്കെ ബൈ.